ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും IOMന്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെന്റ് മാത്സ് ആണ്. അതിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റത്തെ ഒരു പോർഷനാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് പറയണം? ഓർഡേർഡ് പെയർ എന്താണെന്ന് അറിയണം. ഇതാണ് കേട്ടോ ഓർഡേർഡ് പെയർ. അതായത് ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ രണ്ട് എൻട്രീസ് എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. അതായത് ഇതൊരു ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, കണ്ടോ? ഈ ഒരു ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് നമുക്ക് രണ്ട് നമ്പേഴ്സോ അല്ലെങ്കിൽ രണ്ട് വാരിയബിൾസോ ഇങ്ങനെ കോമായിട്ട് എഴുതാൻ പറ്റും. A, B. നമ്മൾ ഇതിനെ വായിക്കുന്നത് ഓർഡേർഡ് പെയർ A, B എന്നാണ്. എന്താണ് ഓർഡേർഡ് പെയർ A, B. അതുപോലെ അടുത്തൊരു ഓർഡേർഡ് പെയർ ആണ് C, D. ഏതാണ്ട് C, D. ഈ രണ്ട് ഓർഡേർഡ് പെയറും ഈക്വൽ ആണെങ്കിൽ ഇവിടെ നോക്കി, ഒന്നാമത്തേല് ഫസ്റ്റത്തെ എന്താണ് എൻട്രി ഇവിടെ ആരാണ്? A ആണല്ലേ. ഇവിടെ ഫസ്റ്റ് ആരാണത്? C ആണല്ലേ. അപ്പൊ രണ്ട് ഓർഡേർഡ് പെയർ പരസ്പരം ഈക്വൽ ആണെങ്കിൽ ഇവിടുത്തെ ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള എയും ഇവിടുത്തെ ഒന്നാമത്തെ നമ്പർ ആയിട്ടുള്ള സിയും എന്തായിരിക്കും? ഇവിടെ പരസ്പരം ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ A ഈക്വൽ ടു എന്തായിരിക്കും? C ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ടാമത്തെ ആൾ ആരാണ്? ഒന്നാമത്തെ ആരാണ്? ബിയും രണ്ടാമത്തെ ആരാണ്? ഡിയും ആണല്ലേ. ഇത് പരസ്പരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ബിയും ഡിയും പരസ്പരം എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് നമുക്ക് എന്ത് എഴുതാം? B ഈക്വൽ ടു D എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇത്രേ പറഞ്ഞുള്ളൂ. രണ്ട് ഓർഡേർഡ് പെയർ ഈക്വൽ ആണെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് എലമെന്റും രണ്ടാമത്തെ ഫസ്റ്റ് എലമെന്റും എന്താണ്? പരസ്പരം ഈക്വൽ ആയിരിക്കും. അതുപോലെ ഒന്നാമത്തെ രണ്ടാമത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റും പരസ്പരം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. A ഈക്വൽ ടു സിയും അതുപോലെ B ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ മക്കളെ ഡിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാ ഇവിടുത്തെ അടുത്ത ദിവസം നോക്കിയേ. ഇഫ് ഓർഡേർഡ് പെയർ S+1, y-2 ഈക്വൽ ടു എന്താണ്? ഓർഡേർഡ് പെയർ 3, 1. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് എന്താണ്? X ആൻഡ് Y. നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നോക്കി, രണ്ട് ഓർഡേർഡ് പെയർ പരസ്പരം ഈക്വൽ ആണെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞത്? അവിടുത്തെ ഫസ്റ്റ് എലമെന്റ്, ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ആരാണ് മക്കളെ? S+1. ഇവിടെ അതാരാണ്? 3 ആണല്ലേ. അപ്പൊ S+1 ഈക്വൽ ടു എന്തായിരിക്കും? ആൻസർ 3 ആയിരിക്കും. അവിടെ നിന്ന് ഈ +1 അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലെ. അപ്പൊ 3 - 1 എത്രയാണ്? ആൻസർ 2 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. അതുപോലെ ഇവിടെ രണ്ടാമത്തേത് ആരാണ്? ഇവിടെ y-2 ആണല്ലേ. ഇവിടെ അതാരാണ്? 1 ആണ്. അപ്പോൾ y-2 ഈക്വൽ ടു 1 ആണെങ്കിൽ വൈയുടെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ -2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലടാ. അപ്പോൾ 1 + 2 എത്രയാണ്? ആൻസർ 3 എന്ന് കിട്ടും. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്? 2 ആണ്. വൈയുടെ വാല്യൂ എന്താണ് മക്കളെ? 3 ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ എന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ എന്താണ്? രണ്ട് ഓർഡേർഡ് പെയർ എന്താണ്? പരസ്പരം ഈക്വൽ ആണ്. കണ്ടോ, രണ്ട് ഓർഡേർഡ് പെയർ പരസ്പരം എന്താണ്? ഇവിടെ ഈക്വൽ ആണ്. നമുക്കിവിടെ ആരുടെയൊക്കെ വാല്യൂ വേണം? എക്സിന്റെയും വൈയുടെയും എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ കണ്ടുപിടിക്കണം. വളരെ ഈസിയാണ്. ഇവിടുത്തെ ഫസ്റ്റ് എൻറ്റിറ്റി ആരാണ്? 2x/5 + 1. ഇവിടുത്തെ ഫസ്റ്റ് ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് ഇവിടെ ആരാണ്? 1/5 ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു എലമെന്റും പരസ്പരം എന്തായിരിക്കും മക്കളെ? ഈക്വൽ ആയിരിക്കും അല്ലേ. ഇപ്പൊ 2x/5 + 1 ഈക്വൽ ടു 1/5. ഇവിടെ നമുക്ക് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഈ +1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇവിടെ മൈനസ് ആവും അല്ലേ. -1 എന്നാവും. 1 നമുക്ക് വേണമെങ്കിൽ 1/1 എന്ന് എഴുതാം. ദെൻ 2x/5 ഈക്വൽ ടു ഇവിടെ 1 × 1 എത്രയാണ്? ആൻസർ 1 - 5 × 1 5/5 × 1 5. ദെൻ നമുക്ക് രണ്ടിടത്തും എന്താണ്? /5 ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു /5ഉം ഈ ഒരു /5ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങ് കട്ട് ചെയ്ത് കളയാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 2x ഈക്വൽ ടു 1 - 5 എത്രയുണ്ടാവും മക്കളെ? ആൻസർ -4. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? എക്സിന്റെ വാല്യൂ ഇൻറ്റു ചെയ്ത 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അപ്പൊ -4/2 ആൻസർ എത്രയുണ്ടാ? -2. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ് മക്കളെ? എക്സിന്റെ വാല്യൂ -2. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി അടുത്ത് രണ്ടാമത്തെ ഇവിടെ ആരാണ്? രണ്ടാമത്തത് y-3/4. ഇവിടെ ഈ ഒരു ഓർഡേർഡ് പെയറിലെ രണ്ടാമത്തെ എലമെന്റ് ആരാണത്? 1/4 ആണ്. സോ എന്താണ്? y-3/4 ഈക്വൽ ടു എന്താണ്? 1/4. നമുക്ക് y ആണ് വേണ്ടത്. അപ്പൊ ഈ -3/4 നേരെ അങ്ങ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? അത് പ്ലസ് ആവും അല്ലെ. അപ്പൊ 1/4 + 3/4
രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയ സ്ഥിതിക്ക് നമുക്ക് ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം, അതുപോലെ തന്നെ അങ്ങ് എഴുതാം. എന്നിട്ട് ന്യൂമറേറ്റർ പരസ്പരം അങ്ങ് എന്ത് ചെയ്യാം, അങ്ങ് കൂട്ടാം. അപ്പൊ 1+3 എത്രയാണ് ആൻസർ? 4/4 ആൻസർ 1 കിട്ടും. സോ ഇവിടെ എന്താണ് എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സിന്റെ വാല്യൂ -2ഉം വൈയുടെ വാല്യൂ എന്താണ് മക്കളെ? 1ഉമാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. എന്താണ് മക്കളെ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് നോക്കാം. നമ്മുടെ സപ്പോസ് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് 1, 2, 3m, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റ് ബി എന്ന് പറയുന്ന സെറ്റ് എ ബി ആണെന്ന് വിചാരിച്ചോ. എന്താ മക്കളെ? എ ബി ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ആണ്. അതാണ് മക്കളെ വേണ്ടത് എ ക്രോസ് ബി എന്നത് ഇൻഡ് വായിക്കല്ലേ, ക്രോസ് ആണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? 1നെ ആരുമായിട്ട് കണക്ട് ചെയ്യും? എയുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ 1a. നമ്മളൊരു സെറ്റിനകത്ത് ഓർഡേർഡ് പെയർ 1a. അടുത്ത 1നെ ആരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? ബിയോട്ട് കണക്ട് ചെയ്തുകൂടെ? അപ്പോൾ അടുത്തതാണ് അടുത്തത് 1b. അടുത്തത് വീണ്ടും ഈ ഒരു 2നെ കണക്ട് ചെയ്യാം അല്ലേ? ഏതാണ് 2നെ കണക്ട് ചെയ്യുമ്പോൾ ഏതാണ്? 2a. ഏതാണ്? 2a. അതുപോലെ 2നെ നമുക്ക് ബിയോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്? 2b. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 3a കണക്ട് ചെയ്യാം അല്ലേ? അപ്പൊ 3a എന്താണ്? എയോട്ട് കണക്ട് ചെയ്താൽ 3a. അതുപോലെ 3a നമ്മൾ അടുത്ത ആരുമായിട്ട് കണക്ട് ചെയ്യും? ബിയോട്ട് കണക്ട് ചെയ്യും. അപ്പൊ എന്താവും? 3b. ഇതാണ് ആര്? എ ക്രോസ് ബി എന്ന് പറയുക. ഇതാണ് എന്താ? എ ക്രോസ് ബി. എയിൽ നിന്ന് എ നമ്മൾ എന്താണ്? ബിയുമായിട്ട് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. ഇതിനെ നമ്മൾ എന്ത് പറയുക? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. എന്ത് പറയും മക്കളെ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഓക്കെ. എയിൽ നിന്ന് എല്ലാ കണക്ഷനും എങ്ങോട്ടാണ്? ബിയിലേക്ക്. ഓക്കെ. ഇതാണ് എ ക്രോസ് ബി. ഇനി നമുക്ക് തിരിച്ച് ബിയിൽ നിന്ന് എങ്ങോട്ട് വരാം? എയിലേക്ക് വരാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ബി ക്രോസ് എ. എന്ത് പറയും? ബി ക്രോസ് എ. നമുക്ക് എഴുതാം ബി ക്രോസ് എ. അപ്പം ബി ക്രോസ് എ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? എ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആരോട്ട് കണക്ട് ചെയ്യും? നമ്മൾ 1ഉമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ A1. അതേ എ നമ്മൾ ആരോട്ട് കണക്ട് ചെയ്യും? 2ആയിട്ട് കണക്ട് ചെയ്യില്ല. അപ്പൊ എന്താണ്? A2. ഏതാണ്? A2. അതുപോലെ അതേ എ നമ്മൾ ആരോട്ട് കണക്ട് ചെയ്യും? 3ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഏതാണ്? A3. അതുപോലെ നമ്മൾ അടുത്ത ആരെ കണക്ട് ചെയ്യും? ബിയെ കണക്ട് ചെയ്യും. സോ ഏതാണ്? ഫസ്റ്റ് വൺ ഏതാണ്? B1. ഏതാണ്? B1. അടുത്തത് B2. അടുത്തത് ഏതാണ്? ബി നമ്മൾ അടുത്ത് 3ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ ഏതാണ്? B3. ഇതാണ് എ ക്രോസ് ബിയും ബി ക്രോസ് എയും. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഈ പറയുന്ന എ ക്രോസ് ബിയും ബി ക്രോസ് എയും ഈക്വൽ ആണോ? ഈ എ ക്രോസ് ബിയും ഇവിടുത്തെ ബി ക്രോസ് എയും എന്തല്ല? ഇവർ രണ്ടുപേരും പരസ്പരം ഈക്വല് അല്ല. കാരണം ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഇവിടെ ആരുണ്ട്? ഇവിടെ 1a ഉണ്ട്. ഇവിടെ ആരുണ്ട്? 1a ആണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതാരാണ്? A1 ആണ്. 1a വേറെ A1 വേറെ. രണ്ടും രണ്ട് സാധനങ്ങളാണ്. രണ്ടും ഒരേ ആൾക്കാരല്ല. രണ്ടും രണ്ട് ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവിടെ എ ക്രോസ് ബിയും ബി ക്രോസ് എയും എന്തല്ല? ഈക്വല് അല്ല. എപ്പോഴും നിങ്ങൾ എന്താണ് ഓർത്തോണം കേട്ടോ. ഇവിടെ എന്താണ്? എ ക്രോസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾ ഇഫ് പി ഈക്വൽ ടു എന്താണ്? 432. പി എന്താണ് മക്കളെ? 432 ആണ്. അതുപോലെ എന്താണ്? ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? സെറ്റ് 5 ആണല്ലേ. ഫോം ദി സെറ്റ്സ് പി ക്രോസ് ക്യൂ ആൻഡ് ക്യൂ ക്രോസ് പി ആർ ദീസ് 2 പ്രോഡക്ട്സ് ഈക്വൽ. അതായത് നമുക്ക് രണ്ട് പ്രോഡക്ട്സ് കണ്ടുപിടിക്കണം. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ആദ്യം പി ക്രോസ് ക്യൂവും വേണം, അതുപോലെ തന്നെ നമുക്ക് ആര് വേണം? ക്യൂ ക്രോസ് പിയും വേണം അല്ലേ. സോ നമുക്ക് ആദ്യം പി ക്രോസ് ക്യൂ എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. പി ക്രോസ് ക്യൂ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? പിയിൽ നിന്ന് ക്യൂവിലേക്കാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? 4, 5. അതുപോലെ 3, 5, 2, 5. ഈ മൂന്നെണ്ണമല്ലേ ഉള്ളൂ. ഫസ്റ്റ് ഏതാണ്ടാ? 4, 5. സെക്കൻഡ് വൺ 3, 5. നെക്സ്റ്റ് വൺ 2, 5. സോ നമുക്കതങ്ങ് എഴുതാം. ഫസ്റ്റ് വൺ 4, 5. നെക്സ്റ്റ് വൺ 3, 5. അടുത്തത് 2, 5. ഇതാണ് പി ക്രോസ് ക്യൂ. അടുത്ത നമുക്ക് വേണ്ടത് ക്യൂ ക്രോസ് പി ആണ്. ക്യൂവിൽ നിന്ന് പിയിലേക്ക്. അപ്പോൾ ഏതാണ്? 5, 4, 5, 3, 5, 2. ഒന്നുകൂടെ പറയാം. 5, 4, 5, 3, 5, 2. സോ ആൻസർ എന്താണ്?
5 4 5 3 അതുപോലെ 5 2. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ പി ക്രോസ് ക്യൂവും ക്യൂ ക്രോസ് പിയും ഈക്വൽ ആണോ? ചേട്ടാ ഇത് രണ്ടും ഈക്വൽ ആണോ? ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇത് രണ്ടും ഒന്നല്ല, ഈക്വല് അല്ല. കാരണം 4 5 വേറെയാണ്, 5 4 വേറെയാണ്. രണ്ടും എന്തല്ല, ഈക്വൽ അല്ല, രണ്ടും രണ്ടാണ്, ഒരേ ആൾക്കാര് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനൽ നമുക്ക് എന്ത് എഴുതാം? പി ക്രോസ് ക്യൂ നോട്ട് ഈക്വൽ ടു ക്യൂ ക്രോസ് പി. അതായത് പി ക്രോസ് ക്യൂവും ക്യൂ ക്രോസ് പിയും എന്തല്ലടാ, ഈക്വല് അല്ല. അവിടെ നമ്മൾ അടുത്തൊരു ദിവസം നോക്കിയേ. എ എന്ന് പറഞ്ഞാൽ ആരാണ്? -1,1 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ക്രോസ് എ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. എ എന്ന് പറഞ്ഞാൽ ആരാണ്? എ എന്ന് പറഞ്ഞാൽ -1,1 ആണ്. അടുത്ത എ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അത് തന്നെ അല്ലേ, -1,1 തന്നെയാണ്. സോ എ ക്രോസ് എ എന്തായിരിക്കും? ആദ്യം -1ഉം -1. എന്തായിരിക്കും ഇവിടെ ആൻസർ? -1,-1. അടുത്തത് അതേ -1ഉം 1ഉമായിട്ട് ഒരു കണക്ഷൻ വന്നൂടെ? അപ്പം -1,1. നെക്സ്റ്റ് 1, ഈ 1ഉം ഈ ഒരു -1 അല്ലേ, അപ്പോൾ 1,-1. ഇനി ഈ ഒരു 1ഉം ഈ ഒരു 1ഉം എന്തായിരിക്കും ആൻസർ? 1 1. സോ എ ക്രോസ് എയുടെ വാല്യൂ ഇവിടുത്തെ എത്ര? എന്താണ് ഇവിടുത്തെ വാല്യൂ? -1,-1, -1,1. അടുത്തത് 1,-1, അടുത്തത് 1,1. ഇതാണ് എ ക്രോസ് എ. ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അടുത്ത ദിവസം നോക്കിയേ. ഇവിടെ എ ക്രോസ് ബി തന്നിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? എ ക്രോസ് ബി കണ്ടോ? ഇതാണ് എ ക്രോസ് ബി. എ ക്രോസ് ബി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും നമുക്ക് എഴുതണം അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് വരുന്ന എലമെന്റുകളെല്ലാം എന്തായിരിക്കും? എവിടെ ഉള്ളതായിരിക്കും? എയിൽ വരുന്ന എലമെന്റുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റ് 1 1 2 2 3 3 എന്ന് പറഞ്ഞു വരുമോ? ഇല്ല. എലമെന്റ്സ് എല്ലാം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സോ 1 2 3 ഇതൊക്കെയുണ്ട 1 2 3. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റുകൾ ആരൊക്കെയുണ്ട? 1 2 3 ആണ്. ഇനി നമുക്ക് അടുത്ത ഏതിലോട്ട് പോവാം? ബിയിലോട്ട് പോകാം അല്ലേ? അപ്പോൾ രണ്ടാമത് നടക്കുന്നതെല്ലാം ബി ആയിരിക്കും. രണ്ടാമത് നടക്കുന്നതെല്ലാം ബി ആണ്. സോ ഏതൊക്കെയുണ്ട് അവിടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബി ഈക്വൽ ടു 3 5 3 5 3 5 എന്നാണ് വരുന്നത്. സോ ഒറ്റ 3 5 മതി. എലമെന്റ്സ് സെറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. സോ നമുക്ക് എയും കിട്ടിക്കഴിഞ്ഞു, ബിയും കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വേണ്ടത് എന്താണ്? നെക്സ്റ്റ് വേണ്ടത് എ ക്രോസ് എ ആണ് വേണ്ടത്. എന്താണ് വേണ്ടത്? എ ക്രോസ് എ. സോ എ ക്രോസ് എ ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ചെയ്യും. എ ക്രോസ് എ, എ ക്രോസ് എ. എ എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. അതിനെ വീണ്ടും എന്താണ് 1 2 3 ആയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രോസ് പ്രോഡക്റ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 1 അല്ലേ? 1 എടുത്തു കഴിഞ്ഞാൽ 1ന് ആരാണ്? 1 1 1 2 1 3 അല്ലേ? സോ ഫസ്റ്റ് നമുക്ക് ഏതൊക്കെ എഴുതാം? 1 1 1 1 1 2 1 3. നെക്സ്റ്റ് 1 2 അല്ലേ? 2 എടുത്താൽ 2 1 2 2 2 3. അപ്പോൾ 2 1 2 2 2 3 2 1 2 2 2 3. നെക്സ്റ്റ് 1 3 എടുത്താൽ 3 1 3 2 3 3. സോ നെക്സ്റ്റ് 1 ഏതാണ്ട് 3 1 3 2 3 3. ഇതാണ് എന്ത്? ഇതാണ് എന്ത്? എ ക്രോസ് എ എന്ന് പറഞ്ഞ ഇതാണ്. ഓക്കെ, ക്ലിയർ. ഇനി ഒരു കാര്യം കൂടെ ഇന്ന് കോമൺ ആയിട്ട് പറഞ്ഞു വിട്ടാ. അതായത് നമ്മുടെ സെറ്റിനകത്ത് നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റ് എൻ ഓഫ് എ എന്താണ്? എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എയില് എലമെന്റുകളുടെ എണ്ണം പി ആണെന്ന് വിചാരിച്ചു. എന്താണ്ടാ? പി എലമെന്റ് ഉണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാ? നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയാണ്? പി ആണ്. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെന്റ്സ് എത്ര ഉണ്ടാ? ക്യൂ ഉണ്ടെന്ന് വിചാരിച്ചു. എത്ര ഉണ്ട്? ക്യൂ നമ്പർ ഓഫ് എന്താണ്? എലമെന്റ്സ് എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിലുള്ള എലമെന്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിയും ക്യൂ കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. പി ഇൻറ്റു ക്യൂ. എന്താണ്? പി ഇൻറ്റു ക്യൂ, അതായത് പി ക്യൂ. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എന്താണ്? നമ്മുടെ ഇവിടെ എ ഉണ്ട്. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 1 2 3 3 ഉണ്ടല്ലേ? ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? 1 2. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് കാണണം? എ ക്രോസ് ബിയിൽ 3 × 2 3 2 എത്രയുണ്ട്? 6. അതാ നിങ്ങൾ നോക്കുക, 6 എണ്ണം ഇല്ലേ എ ക്രോസ് ബിയിൽ? 1
2 3 4 5 6 കറക്റ്റ് അല്ലേടാ? ആൻസർ കറക്റ്റ് അല്ലേ? ഇതുപോലെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എ ക്രോസ് എ, എയിൽ എത്ര എലമെന്റ് ഉണ്ട്? 3. അടുത്ത അതേ സെയിം സാധനം എയിലും എത്ര ഉണ്ട്? 3. അപ്പം 3 × 3 എത്രയാണ്? ആൻസർ 9. 9 എലമെന്റുകൾ ഉണ്ടാന്ന് നോക്കി. ഇതാ നോക്കി, 1 2 3 4 5 6 7 8 9 9 എലമെന്റ് ഇല്ലേ ഇവിടെ? ഉണ്ട്. സോ ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. എയിലെ നമ്പർ ഓഫ് എലമെന്റ് അല്ലെങ്കിൽ എലമെന്റ്സിന്റെ എണ്ണം പിയും അതുപോലെ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം ക്യൂവും ആണെങ്കിൽ എ ക്രോസ് ബിയിലുള്ള എലമെന്റുകളുടെ എണ്ണം എന്തായിരിക്കും ഇവിടെ മക്കളെ? പി ഇൻറ്റു ക്യൂ ആയിരിക്കും. എന്തായിരിക്കും? പി ഇൻറ്റു ക്യൂ ആയിരിക്കും. എപ്പോഴും എന്ത് ചെയ്യണം? ഈ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ എടാ മക്കളെ, നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് റിലേഷൻസിനെ കുറിച്ചാണ്. റിലേഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. സബ്സെറ്റ് ഓഫ് ദി എന്താണ്? സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതായത് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് എന്തായിട്ട് മാറുക? റിലേഷനായിട്ട് മാറുക. അപ്പൊ സബ്സെറ്റുകൾ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. സബ്സെറ്റ് ഇപ്പൊ ദയവ് ചെയ്ത് അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? ഇത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോഴ് എന്താണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്? എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ്. എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ റിലേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ അവിടെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ എന്താണ് എയിൽ, നമ്മുടെ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എൻ ഓഫ് എ എത്രയുണ്ട്? എൻ ഓഫ് എ പി ആണ്. എൻ ഓഫ് എ എത്രയുണ്ട? പിയും. അതുപോലെ എൻ ഓഫ് ബി എന്താണ്? ക്യൂവുമാണെങ്കിൽ. എൻ ഓഫ് ബി എന്താണ് മക്കളെ? ക്യൂവുമാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? എ ക്രോസ് ബിയിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തോളൂ. എത്രയാണ്? പി ക്യു എലമെന്റ്സ് ഉണ്ടാവും. എത്ര എലമെന്റ്സ് ഉണ്ടാവും? പി ക്യു എലമെന്റ്സ് ഉണ്ടാവും. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട്? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. എയിൽ പി എലമെന്റ്സ് ഉണ്ട്, ബിയിൽ ക്യു എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാ? പി ക്യു എലമെന്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ കുറച്ചു നേരത്തെ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് റിലേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്പർ ഓഫ് റിലേഷൻ ചോദിച്ചാൽ 2/PQ ആണ്. എന്താണ്? 2/PQ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു സെറ്റിന് എന്താണ് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റിന് എന്താണ് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? 2/n സബ്സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെയും അതുപോലെ തന്നെയാണ്. എന്താണ്? എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? എ ക്രോസ് ബിയിൽ പി ക്യു എലമെന്റ്സ് ഉണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് റിലേഷൻ എത്രയായിരിക്കും? ഈ നമ്പർ ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് അല്ലേ. സോ ആൻസർ എന്തായിരിക്കും? 2/PQ ആയിരിക്കും. എന്താണ്? 2/PQ. മറന്നു പോവല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ 1 2 ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1 2. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 3 4 ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ എഴുതി വെച്ചോണം കേട്ടോ. ചൂസ് ദി നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ഫ്രം ദി ബ്രാക്കറ്റ്. അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ 4, അടുത്തത് 16 32 64. ഇത്ര ഓപ്ഷനുള്ളത്. 4 16 32 64 ഇത്രയും ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എയിൽ എത്ര എലമെന്റ് ഉണ്ട്? എയിൽ എൻ ഓഫ് എ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എൻ ഓഫ് എയിൽ 2 എലമെന്റ് ഉണ്ട്. അതുപോലെ എൻ ഓഫ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 2 × 2 എത്രയാണ് ആൻസർ? 4 എലമെന്റ് ഉണ്ടാവും. എത്ര എലമെന്റ് ഉണ്ടാവും ഇവിടെ? 4 എലമെന്റ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻ എത്രയായിരിക്കും? നമ്പർ ഓഫ് റിലേഷൻ ഈക്വൽ ടു 2/4. 2/4 എത്രയാടെ? 2/4 ഈക്വൽ ടു 16. സോ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആൻസർ 16 ആണ്. ഏതാണ്ട് ആൻസർ 16. അപ്പോൾ നമ്മൾ പറയാം, എയിൽ 2 എലമെന്റ് ഉണ്ട്, ബിയിലും 2 എലമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാവും? 4 എലമെന്റ് ഉണ്ടാവും അല്ലേ. സോ അവിടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ ഇവിടെ എത്രയാണ്? 2/4. 2/4 എത്രയാണ്? 16. സോ 16 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ, അടുത്തൊരു ക്വസ്റ്റ്യൻ
ലെറ്റ് എ ഈക്വൽ ടു 1 2 3. എ എന്ന് പറഞ്ഞ സെറ്റ് ഏതാണ്ട് മക്കളെ? എ എന്ന് പറഞ്ഞാൽ 1 2 3 ആണ്. ബി ഇവിടെ ആരാണ്? ബി എന്ന് പറഞ്ഞാൽ എ കോമ ബി ആണ്. ഏതാണ്? എ കോമ ബി എന്നുള്ളതാണ് അടുത്ത സെറ്റ്, എ കോമ ബി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ദി യൂണിവേഴ്സൽ റിലേഷൻ ഫ്രം എ ടു ബി. എന്താണ് ഈ യൂണിവേഴ്സൽ റിലേഷൻ? എപ്പോഴും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം, എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തപ്പിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് ചോദിച്ചാൽ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ പോകുമ്പോൾ അതിൽ ഏതാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അപ്പോഴും നിങ്ങൾ എഴുതിക്കോണം എ ക്രോസ് ബി ഈക്വൽ ടു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിവേഴ്സൽ റിലേഷൻ. ഏതൊക്കെയാണ് അവിടുത്തെ യൂണിവേഴ്സൽ റിലേഷൻ പറഞ്ഞോ? നമ്മൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 വെച്ച് 1A 1B അല്ലേ? 1A 1B 1A 1B. അതുപോലെ എടുത്ത് 2 എടുത്താൽ 2A 2B 2A 2B 2A 2B. നെക്സ്റ്റ് 3 എടുത്താൽ 3A 3B 3A 3B. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിവേഴ്സൽ റിലേഷൻ. ഏതാണ്ട് മക്കളെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുക. അപ്പോൾ എ ക്രോസ് ബി, അപ്പോൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് റിലേഷൻ ആയിട്ട് മാറുക അല്ലേ? പക്ഷെ എ ക്രോസ് ബിയെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? ഇവിടെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് എന്ത് ചെയ്യുക? പറയുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയേ. വാട്ട് ഈസ് ദി നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻ? എന്താണ് നോൺ എം ഡി റിലേഷൻ? എയിൽ നിന്ന് ബിയിലേക്ക് എത്ര നോൺ എം ഡി റിലേഷൻ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സബ്സെറ്റ് പറയുമ്പോൾ സബ്സെറ്റ് പറയുമ്പോൾ എപ്പോഴും ഒരു സബ്സെറ്റ് ഏതായിരിക്കും? ഒരു എം ഡി സെറ്റ് വരാം. എന്ത് വരാം? ഒരു എം ഡി സെറ്റ് വരാം. എന്ത് സെറ്റ് വരാടെ? ഒരു എം ഡി സെറ്റ്. ഓക്കെ, അപ്പോൾ എം ഡി സെറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓൾറെഡി. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ എന്ത് ചെയ്യുക? ദയവ് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ നോക്കുക. അപ്പോൾ നമ്മൾ സബ്സെറ്റ് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും സബ്സെറ്റായിട്ട് ആര് വരും? നമ്മുടെ നൾ സെറ്റ് വരും, അല്ലെങ്കിൽ എന്താണ് എം ഡി സെറ്റ് വരും അല്ലേ? എപ്പോഴും എന്താണ് എം ഡി സെറ്റ്? എന്താണ് ഒരു സെറ്റ് എപ്പോഴും എന്തായിരിക്കും? എം ഡി സെറ്റ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? എം ഡി സെറ്റ് അല്ലാത്ത സെറ്റുകളായിരിക്കും അല്ലേ? അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എലമെന്റുകൾ കാണും. സോ നമുക്കിവിടെ വേണ്ടത് നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻ ആണ് വേണ്ടത്, നോൺ എം ഡി റിലേഷൻ. അപ്പൊ നമുക്ക് ആദ്യം എത്ര റിലേഷൻ ഉണ്ടെന്ന് നോക്കാം. എത്ര റിലേഷൻ ഇവിടെ ഉണ്ടാവുക? ഇവിടെ നമ്പർ ഓഫ് റിലേഷൻ എത്രയായിരിക്കും? നമ്പർ ഓഫ് റിലേഷൻ എത്രയാണ്? നമ്പർ ഓഫ് റിലേഷൻ 2 ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? ഇവിടെ എത്ര എലമെന്റ് ഉണ്ട്? ഇവിടെ 3 എലമെന്റ് ഉണ്ടല്ലേ? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ 3 × 2 3 × 2 എത്രയാണ്? 3 × 2 6. അപ്പൊ 2 6 എത്രയാണ്? 2 6 ആണ്. 2 6 ആണ്. സോ നമ്പർ ഓഫ് റിലേഷൻ 2 6 ആണെങ്കിൽ നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻ എത്രയായിരിക്കും? നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻ ചോദിച്ചാൽ നമ്പർ ഓഫ് നോൺ എം ഡി റിലേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ 2 6 നിന്ന് ആരെ മൈനസ് ചെയ്യുക? 1നെ അങ്ങ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? അതാണ് നോൺ എം ഡി റിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കാരണം നമ്മുടെ റിലേഷനകത്ത് എപ്പോഴും എന്താണ് ഒരെണ്ണം എം ഡി റിലേഷൻ ആയിരിക്കും. സോ അതിനെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ. അതിനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക? ഇവിടെ 2 6 നിന്ന് 1 എന്ത് ചെയ്യുന്നത്? 1 മൈനസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് ഞാൻ തീർക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൊമൈൻ, റേഞ്ചും കോഡൊമൈനൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഫംഗ്ഷനിലേക്കൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എഴുതി വെച്ച് തന്നെ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.